ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ പരീക്ഷയോടുള്ള ഭയത്തെ അതിജീവിക്കാം, പരീക്ഷയെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ സമീപിക്കാം എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പല തവണകളിലായി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പരീക്ഷയോടുള്ള ഭയത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ഭയം? ഭയം അല്ലെങ്കിൽ ഫിയർ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു ഇമോഷനാണോ? ഫിയറിന്റെ ഡെഫിനിഷൻ ഒന്ന് എടുത്തു നോക്കാം. ഫോൾസ് ഇമോഷൻ അപ്പിയറിംഗ് ആസ് റിയൽ. തെറ്റായ ഒരു വികാരം ശരിയായി നമുക്ക് തോന്നുന്ന അവസ്ഥയാണ് ഫിയർ എന്നുള്ളത്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴല്ല പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശരിക്കുള്ള ഭയമാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഭയമാണെന്ന് നമുക്ക് അംഗീകരിക്കാം. മറിച്ച് ഒരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ നടക്കാനുള്ള പരീക്ഷയെ കുറിച്ച് ഓർത്താണ് നാം ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഫോൾസ് ഇമോഷൻ ആണ്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിന് പകരം ഇന്ന് നാം പ്രവർത്തിക്കുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചു എന്നിരിക്കട്ടെ. ആ ബിൽഡിങ്ങിന് തീ പിടിക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെയുള്ള ആളുകൾ ഒക്കെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഞാനാണെങ്കിലും ഇറങ്ങി ഓടും. എന്നാൽ ചില ആളുകൾ മാത്രം ആ തീ പിടിച്ച ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി എത്തുന്ന കാഴ്ച നാം കാണാറുണ്ട്. ആരാണ് ആ ആളുകൾ? ഫയർഫോഴ്സ് ഒഫീഷ്യൽസ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരാൻ സാധിക്കുന്നത്? കാരണം വളരെ വ്യക്തമാണ്. അവർക്ക് എങ്ങനെ തീയെ നേരിടണം എന്ന് കൃത്യമായി അറിയാം. കൂടാതെ തീയെ നേരിടാനുള്ള ടൂൾസും അവരുടെ പക്കലുണ്ട്. ഇതേപോലെ പരീക്ഷ നേരിടാനായി കൃത്യമായ രീതിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഭയമില്ലാതെ തന്നെ പരീക്ഷയെ സമീപിക്കാൻ സാധ്യമാവുന്നതാണ്. പരീക്ഷകളെ മികച്ച രീതിയിൽ സമീപിക്കാനായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1, ബിഗിൻ വിത്ത് എൻഡ് ഇൻ യുവർ മൈൻഡ്. പരീക്ഷയുടെ അവസാനം നിങ്ങൾ എങ്ങനെ പരീക്ഷാ ഹോൾ വിട്ടിറങ്ങുന്നോ അത് മനസ്സിൽ കാണാൻ തയ്യാറാവുക. പരീക്ഷയ്ക്കുള്ള ഉത്തരങ്ങളൊക്കെ കൃത്യമായി എഴുതി വളരെ സന്തോഷത്തോടുകൂടി പരീക്ഷാ ഹാളിൽ നിന്നും ഇറങ്ങുന്ന ചിത്രം മനസ്സിൽ കണ്ട ശേഷം പഠിക്കാൻ തുടങ്ങുക. തീർച്ചയായും പഠിക്കാനുള്ള ഒരു പ്രചോദനം നൽകാൻ ഈ ഒരു കാഴ്ച സഹായകരമാകും. ഇത്തരത്തിൽ കൃത്യമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം പരീക്ഷയ്ക്ക് ശേഷം ഉണ്ടാകുന്നത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് പ്ലാൻ. വ്യക്തമായ ഒരു പ്ലാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കുക, ഒരു പദ്ധതി ഒരുക്കുക. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ എന്നാണ്. പദ്ധതി ഒരുക്കാൻ പരാജയപ്പെട്ടാൽ പരാജയപ്പെടാനായി പദ്ധതി ഒരുക്കിയതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വിജയിക്കാനായി കൃത്യമായ ഒരു പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ ഏതൊക്കെ വിഷയം ഏതൊക്കെ സമയത്താണ് പഠിക്കേണ്ടത്, എനിക്ക് ഈ കാര്യങ്ങൾ പഠിക്കാനായി ഏതൊക്കെ സമയമാണ് ഞാൻ അലോട്ട് ചെയ്യാൻ പോകുന്നത്, ആ സമയത്ത് ഞാൻ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനായി എപ്പോഴൊക്കെയാണ് സമയം കണ്ടെത്താൻ പോകുന്നത്, എവിടെ ഇരുന്നാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, എൻ്റെ പുസ്തകങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായി എനിക്ക് അറിയുമോ? അറിയില്ലെങ്കിൽ അതിനെ എവിടെയൊക്കെ വെച്ച് കൃത്യമായി ഓർഗനൈസ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് ഞാൻ നോട്ട്സ് തയ്യാറാക്കാൻ പോകുന്നത്, അതിനായി എനിക്ക് മറ്റൊരു പുസ്തകം ആവശ്യമുണ്ടോ, അതോ പേപ്പേഴ്സിലാണോ ഞാൻ നോട്ട്സ് തയ്യാറാക്കാൻ പോകുന്നത്? ഇത്തരത്തിൽ ഒരു വ്യക്തമായ പ്ലാനിംഗ് പ്രോസസ് പരീക്ഷയ്ക്ക് മുൻപ് നടക്കുന്നത് വളരെ പ്രയോജനകരമാകും. അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് മുൻ പരീക്ഷകളുടെ ചോദ്യ പേപ്പർ തയ്യാറാക്കി വെക്കുന്നതും അതല്ലെങ്കിൽ അത് കണ്ടെത്തി വെക്കുന്നതും. ഇതെല്ലാം പ്ലാനിംഗ് പ്രോസസ്സാണ്. എത്ര ഭംഗിയായി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നോ അത്ര ഭംഗിയായി നിങ്ങൾക്ക് മുൻപോട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ മൂന്നാമതായി ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. കൃത്യമായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഏതൊക്കെ വിഷയങ്ങൾക്ക് ഏതൊക്കെ സമയമാണോ പ്ലാൻ ചെയ്തത് ആ സമയത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ ആ സമയത്തൊക്കെ ഇരുന്ന് പഠിക്കാൻ തയ്യാറാവുക. പഠിക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിലെ കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നതെന്ന് ഒന്ന് ചിന്തിക്കുക. അതിനുള്ള ഉത്തരങ്ങൾ അതിൽ നിന്ന് തന്നെ ചികഞ്ഞ് കണ്ടെത്താനുള്ള മനസ്സ് കാണിക്കുക. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ആ സമയത്തൊന്ന് നോക്കി ആ പാഠഭാഗത്ത് നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കുക. ഇത്തരത്തിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ശക്തമായ രീതിയിൽ പരീക്ഷയെ നേരിടാൻ സഹായകരമാകും. പ്രിപ്പറേഷൻ സമയത്തുണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സിന്റെ പ്രത്യേകത ഇതാണ്. പരീക്ഷ അടുക്കുന്ന സമയത്ത് ആ ഷോർട്ട് നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് എത്തും. മനസ്സിരുത്തി വായിച്ച ഭാഗങ്ങളിൽ നിന്നും ഷോർട്ട് നോട്ട്സ് എഴുതാൻ ഒരു കാരണവശാലും വിട്ടുപോകാതിരിക്കുക. കാരണം തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ഇത്. നിങ്ങളെ പരീക്ഷയ്ക്ക് തീർച്ചയായും സഹായിക്കും. പ്രിപ്പറേഷന്റെ സമയത്ത് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഭാഗങ്ങളാണ് എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചോ നമ്മുടെ അധ്യാപകരെ കണ്ട് ചോദിച്ചോ ആ ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ തയ്യാറാവുക. അതല്ലാതെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഹാളിന്റെ പുറത്തു നിന്നും സുഹൃത്തുക്കളോട് ചോദിച്ച് അത് പഠിക്കാൻ നിൽക്കരുത്. ആപൽക്കരമായി മാറും.
പരീക്ഷയോടുള്ള നമ്മുടെ സമീപനം. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ എവിടെയൊക്കെയാണോ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഭാഗങ്ങൾ അതുകൂടി പ്രിപ്പയർ ചെയ്ത് വയ്ക്കാനായി നാം തയ്യാറാവുക. നാലാമതായി, മികച്ച രീതിയിൽ പരീക്ഷയെ നേരിടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ റിവിഷൻ എന്നുള്ളത് ശീലമാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. റിവിഷൻ എന്നുള്ളത് വളരെ പവർഫുൾ ആയ ഒന്നാണ്. നാം വായിച്ച് കഴിഞ്ഞ പല കാര്യങ്ങളും മറക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നാം വായിച്ച് നോട്ട്സ് എഴുതിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുന്ന വഴി അത് മനസ്സിൽ കൃത്യമായി ഇരിപ്പിടം ഉറപ്പിക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷ ഹാളിൽ ചെല്ലുന്ന സമയത്ത് ഈ കാര്യങ്ങളെ പേപ്പറിലേക്ക് പകർത്താൻ വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. പരീക്ഷയെ നേരിടാനായി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ റിവൈസ് ചെയ്യാൻ കൂടി കുറച്ച് സമയം അലോട്ട് ചെയ്യുന്നത് അനിവാര്യമാണ്. കാരണം റിവൈസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നാം പഠിച്ച കാര്യങ്ങളെ ഓർമ്മയുടെ തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. റിവിഷൻ കഴിഞ്ഞാൽ പിന്നീട് നാം ചെയ്യേണ്ടത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും ആൻസർ ചെയ്യാൻ തയ്യാറാവുക. മനസ്സിലുള്ള കാര്യങ്ങളെ പേപ്പറിലേക്ക് പലതവണ പകർത്തുക. ഒരുപക്ഷെ ആ ചോദ്യത്തിന് ആദ്യം നാം എഴുതുന്ന ഉത്തരം പൂർണ്ണമായും ശരിയാവണമെന്നില്ല. അതിനൊന്ന് അനലൈസ് ചെയ്യുക. വീണ്ടും അതേ ചോദ്യത്തിന് തന്നെ ഉത്തരം എഴുതാൻ തയ്യാറാവുക. കാരണം ഇത്തരത്തിൽ നാം ചെയ്യുന്ന വഴി യഥാർത്ഥ പരീക്ഷ വരുന്ന സമയത്ത് കൃത്യമായി ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കും. ഇടയ്ക്കുള്ള ഭാഗങ്ങളൊന്നും തന്നെ നാം മറന്നു പോവുകയോ വിട്ടുപോവുകയോ ഇല്ല. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തെളിയിക്കപ്പെട്ട മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പരീക്ഷാ സമയത്ത് മോഡൽ എക്സാംസ് ഒക്കെ നടത്തുന്നത്. ഒരു മോഡൽ എക്സാമോ 2 മോഡൽ എക്സാമോ അറ്റൻഡ് ചെയ്യാതെ തുടർച്ചയായ രീതിയിൽ ഒരുപാട് മോഡൽ എക്സാം സ്വയം അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുന്നത് പരീക്ഷയെ ഭംഗിയായി നേരിടാൻ ഏതൊരു വിദ്യാർത്ഥിയെയും കരുത്തുള്ളവനാക്കി മാറ്റും. ഈ 5 കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് പരീക്ഷയെ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ സമീപിക്കാൻ സാധിക്കും. പരീക്ഷയെ ഭംഗിയായി സമീപിക്കാൻ നാം ചെയ്യേണ്ട 5 കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ്. വിഷ്വലൈസ് യുവർ സക്സസ്. പരീക്ഷ ഭംഗിയായി എഴുതി പുറത്തേക്ക് വരുന്ന സീൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അതല്ലെങ്കിൽ ബിഗിൻ വിത്ത് എൻഡ് ഇൻ യുവർ മൈൻഡ്. നമ്പർ 2, മേക്ക് എ പ്ലാൻ. കൃത്യമായ ഒരു പദ്ധതി പരീക്ഷയ്ക്കായി തയ്യാറാക്കുക. നമ്പർ 3, പ്രിപ്പയർ. ഉണ്ടാക്കിയ പദ്ധതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനനുസൃതമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നാം തയ്യാറാവുക. നമ്പർ 4, റിവൈസ്. നമ്മൾ പഠിച്ച ഭാഗങ്ങളെ ഓർമ്മയുടെ തലത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ റിവൈസ് ചെയ്യാൻ കൂടി സമയം കണ്ടെത്തുക. നമ്പർ 5, പ്രാക്ടീസ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും പലതവണകളിലായി എഴുതി പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുക. തീർച്ചയായും ഈ 5 കാര്യം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് പരീക്ഷ മികച്ച രീതിയിൽ സമീപിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ കുറച്ച് പരീക്ഷകളെ സമീപിക്കുന്നത് വഴി തീർച്ചയായും പരീക്ഷയോടുള്ള ഭയത്തെ അതിജീവിക്കാൻ കൂടി നാം പ്രാപ്തരാകും എന്നുള്ളത് തീർച്ചയാണ്. പരീക്ഷാ ദിനത്തിന്റെ തലേന്ന് തന്നെ ആ പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കാൻ തയ്യാറാവുക. ശരീരമാദ്യം ഖലധർമ്മ സാധകം എന്നാണല്ലോ. നല്ലൊരു ശരീരത്തിൽ മാത്രമേ നല്ലൊരു മനസ്സുണ്ടാവൂ. നല്ലൊരു മനസ്സിന് മാത്രമേ കോൺസെൻട്രേഷനോടുകൂടി കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു ശരീരം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അനിവാര്യമാണ്. കൃത്യമായുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും തീർച്ചയായും നിങ്ങളെ കൂടുതൽ ഷാർപ്പാക്കാൻ സഹായിക്കും. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളെ ഉള്ളിലേക്ക് ഗ്രഹിക്കാൻ അത് സഹായകരമാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ എല്ലാ പരീക്ഷകളെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.